പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ടോയ്സ് ബൈക്കാണ്. സാധാരണ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണ് ഇത്. ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. 6 വോൾട്ട് 4.5 AH സിംഗിൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു മോട്ടോർ ബൈക്കാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്മാൻറ്റിൽ ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ സോൾവ് ചെയ്തതിന് ശേഷം റീ അസംബിൾ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മളിപ്പോൾ ഇത് ഡിസ്മാൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും നിരവധി സ്റ്റാർ സ്ക്രൂസാണ് ഉള്ളത്. അതുപോലെ തന്നെ വലിയ നട്ട് ബോൾട്ടുകളുണ്ട്. അതുകൊണ്ട് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു വർക്കാണ് ഇത്. കൂടാതെ നിരവധി ലോക്കുകൾ ഇതിൻ്റെ പാനലുകളിൽ പല ഭാഗത്തുമുണ്ട്. ആ ലോക്കുകളെല്ലാം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് വേണം ഇതിനെ പൂർണ്ണമായിട്ടും ഡിസ്മാൻറ്റിൽ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സ്റ്റാർ സ്ക്രൂസ് എല്ലാം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡുകളായിട്ട് നിരവധി സ്ക്രൂവുകളാണ് ഉള്ളത്. ഏതൊരാൾക്കും വളരെ ഈസിയായിട്ട് സർവീസ് ചെയ്യുവാൻ പറ്റുന്ന ഒരു ബൈക്കാണ് ഇത്. കൂടാതെ വളരെ നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല ഒരു മേക്കോട് കൂടി നിർമ്മിച്ചിട്ടുള്ള ടോയ്സാണ് ഇത്. ഇത് പ്രവർത്തിക്കുന്നത് 6 വോൾട്ടിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള മോട്ടോറിലാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ സൈഡ് സ്ക്രൂസൊക്കെ പൂർണ്ണമായിട്ടും അഴിച്ചു കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടയറുകൾ അഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ടയറുകൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ടയറുകളെ നമുക്ക് അഴിക്കണമെങ്കിൽ ടീ ഉപയോഗിക്കണം. അപ്പോൾ ടീ സ്പാനർ ഉപയോഗിച്ച് നമ്മളിത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ബൈക്കുകളിലുള്ള നട്ട് ബോൾട്ടിൻ്റെ രീതിയിലുള്ള ആക്സിൽ നട്ട് ബോൾട്ടുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ടയർ നമ്മൾ അഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അഴിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ടോപ്പ് പാർട്ടാണ് ഹാൻഡിൽ വരുന്ന ഭാഗം. ആ ഹാൻഡിൽ വരുന്ന ആ ഭാഗത്ത് വലിയ നട്ട് ബോൾട്ട്സാണ് ഉള്ളത്. ആ നട്ട് ബോൾട്ട്സ് നമുക്ക് മങ്കി സ്പാനർ ഉപയോഗിച്ച് അഴിച്ചെടുക്കുവാൻ സാധിക്കും. വളരെ നല്ല ഗുണനിലവാരമുള്ള പ്ലാസ്റ്റിക്കിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല നല്ല ക്വാളിറ്റി ആയതിനാൽ കുട്ടികൾക്ക് അനായാസകരമായിട്ട് ഈ ബൈക്ക് ഉപയോഗിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ ലാമ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റിലെ ലാമ്പുകളുണ്ട്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു നിർമ്മാണമാണ് ഈ ബൈക്കിൻ്റെ കമ്പനി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ടിലെ ഹാൻഡിൽ നട്ട് ബോൾട്ട്സ് പൂർണ്ണമായിട്ടും അഴിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട്, അതായത് ഹാൻഡിൽ ഉൾപ്പെടെയുള്ള ഭാഗം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഫ്രണ്ട് ഹെഡ് ലാമ്പ് ഉൾപ്പെടെയുള്ള ഭാഗം സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ടാങ്ക്, അതായത് പെട്രോൾ ടാങ്ക് പോലെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗം അഴിച്ചെടുക്കുക. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ചുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ള് വയറിംഗ് സെക്ഷന് ഈ ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടി അഴിച്ചെടുക്കാം. സ്റ്റാർ സ്ക്രൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിരവധി ലോക്സാണ് ഉള്ളത്. ഈ ലോക്സുകളെല്ലാം ഓപ്പൺ ചെയ്താൽ മാത്രമേ ഈ ടോപ്പ് പോർഷന് ഊരി എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പാനൽസ് എല്ലാം ലോക്സാണ്. അപ്പോൾ ഈ ലോക്സ് എല്ലാം തന്നെ നമുക്ക് ഇളക്കിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ലോക്സ് എല്ലാം ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡുകളിലും ഇത്രയും പാനൽസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതേ രീതിയിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ ലോക്കുകൾ മാറ്റിയിട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ലോക്കുകൾക്കുള്ളിലും സ്ക്രൂസ് ഉണ്ട്. ആ സ്ക്രൂസും കൂടി അഴിച്ചാൽ മാത്രമേ നമ്മളുടെ മോട്ടോർ
ഇരിക്കുന്ന ആ സെക്ഷനിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ മോട്ടർ ഇരിക്കുന്ന ഭാഗമാണ്.